ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കിള്ളിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ സർക്കാർ നടപടികളുമായി CPI മുന്നിലുണ്ടാകുമെന്ന് ദേശീയ കമ്മിറ്റി അംഗം K. പ്രകാശ് ബാബു വ്യക്തമാക്കി. കിള്ളിമംഗലത്ത് പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യമായ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPI ദേശീയ കമ്മിറ്റി അംഗം K. പ്രകാശ് ബാബു പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ കെട്ടിടങ്ങളും അത്യാധുനിക ഉപകരണങ്ങളും എല്ലാം ഇവിടെ സജ്ജമാക്കിയെങ്കിലും പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കാതെ പോകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ CPI ഇതിനുവേണ്ടിയുള്ള പ്രത്യേക ഇടപെടലുകൾ നടത്തുമെന്നും സർക്കാർ സംവിധാനങ്ങളുമായി കൃത്യമായി ഏകോപിപ്പിച്ച് കിള്ളിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉടൻ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണെന്നും പ്രകാശ് ബാബു മാധ്യമങ്ങളോട് വ്യക്തമാക്കി. രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്താനും അതിലെന്തെങ്കിലും ആവശ്യമായ സഹായങ്ങളോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനുമൊക്കെ പാർട്ടി എന്നുള്ള നിലയിൽ പരിശ്രമിക്കുകയും ചെയ്യാം. തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയും ചേലക്കരയിലെ പാർട്ടിയും സംസ്ഥാന പാർട്ടിയുടെയും അക്കാര്യത്തിലുള്ള ഒരു ഇടപെടൽ പരമാവധി ഉണ്ടാവും. അവിടെ സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് ഇപ്പോഴാണ് ഉയർത്തിയെങ്കിലും കുടുംബക്ഷേമ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ നേരത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററായിരുന്നു. അതിൽ വന്ന വിഷയം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ആദ്യം ആ തടസ്സമുണ്ടായിരുന്നില്ല. അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുമ്പോൾ വേണ്ടി വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഒരു ഡോക്ടറായിരിക്കും ഉണ്ടാകുക. ഒരു ഡോക്ടറും അതിനനുസരിച്ചുള്ള പാരാമെഡിക്കൽ സ്റ്റാഫും മാത്രമേ ഉള്ളൂ. എന്നാൽ രോഗികളെ കിടത്തി ചികിത്സിക്കുമ്പോൾ രാത്രികാല ഡ്യൂട്ടിക്ക് കൂടി ഡോക്ടർമാരുണ്ടാവണം, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടാവണം, ഫാർമസി പ്രവർത്തിക്കണം. ഈ സൗകര്യങ്ങളെല്ലാം വേണം. 24 മണിക്കൂറും ഒരു ഡോക്ടർ തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡോക്ടറായാലും ഫാർമസിയുടെ പാരാമെഡിക്കൽ സ്റ്റാഫായാലും അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ കൂടുതൽ ഡോക്ടർമാരെയും കൂടുതൽ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ അനുവദിച്ചെങ്കിൽ മാത്രമേ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരെയും കൂടുതൽ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അനുവദിച്ചുകൊണ്ട് അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ്റിന് കഴിയും. അതിൽ നിർണായകമായ ഒരു തീരുമാനം പഞ്ചായത്ത് എടുക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി സംയുക്തമായിട്ടുള്ള ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് 3 പഞ്ചായത്തുകളുടെയും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കാനും വേണ്ടി വന്നാൽ ഈ റൂറൽ ഹെൽത്ത് മിഷൻ്റെ സൗകര്യം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായി ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിച്ചുകൊണ്ട് നമുക്ക് ആ ആശുപത്രിയെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിന് പരിഹാരം കാണാൻ പാർട്ടി ഒപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തസ്തിക സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. അതിന് ഗവൺമെൻറ്റിൻ്റെ നല്ല ഇടപെടൽ വേണം. അങ്ങനെ തസ്തിക സൃഷ്ടിച്ചാൽ പഞ്ചായത്തിന് ആളിനെ വെക്കാം. ഇല്ലാത്ത തസ്തികയിലേക്ക് പഞ്ചായത്തിന് ആളിനെ വെക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ സാലറി കൊടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് റൂറൽ ഹെൽത്ത് മിഷൻ്റെ സഹായത്തോടു കൂടി നമുക്കെങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്ന നിലയിൽ ആലോചിക്കാം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുൻകൈ എടുക്കുകയും ചെയ്യാം. ഗവൺമെൻറ്റിനെ ബന്ധപ്പെടാം, ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെടാം.
പഞ്ചായത്തുകളുടെ ത്രിതല പഞ്ചായത്തിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ഒരു ഇടപെടൽ നടത്തി നോക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് CCV.